ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിപ്പിച്ച ഒരു പാഠം, ആ പാഠത്തിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ഒരു അച്ഛൻ മകന് പൈസയുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അച്ഛൻ ദിവസേന കുറച്ച് ചില്ലറയെടുത്ത് മോനോട് പറയും മുൻവശത്തുള്ള കിണറ്റിൽ കൊണ്ടുപോയിടാൻ. അവൻ എന്തിനെ ഏതിനെന്നൊന്നും ചോദിക്കില്ല, കൊണ്ടുപോയി കിണറ്റിലിടും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നീ എന്തെങ്കിലും തൊഴിൽ ചെയ്യേ, ഒരു തൊഴിൽ ചെയ്തിട്ട് കുറച്ച് കാശ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവൻ നല്ല കുട്ടിയാണ്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവനൊരു തൊഴിലിന് പോയി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൻ തൊഴിൽ ചെയ്ത് ആ പൈസയായിട്ട് അച്ഛൻ്റെ മുന്നിൽ സന്തോഷത്തോടു കൂടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതാ ഇന്നത്തെ എൻ്റെ സമ്പാദ്യം എന്ന്. അച്ഛൻ ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ പറഞ്ഞു, നീ അത് കൊണ്ടുപോയി പതിവ് പോലെ കിണറ്റിലിടുന്നു. അവന് വല്ലാത്ത ദേഷ്യം വന്നു. എന്താ അച്ഛാ പറയുന്നത്? ഞാൻ രാവിലെ തൊട്ട് എത്ര അധ്വാനിച്ചിട്ടുണ്ടാക്കിയ കാശ അതിനെ വെറുതെ കൊണ്ടുപോയി കിണറ്റിലിടാൻ പറ്റുമെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു കൊടുത്തു, ഇതുപോലെയാണ് മോനെ, അച്ഛനും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് കാശുണ്ടാക്കുന്നത്. പക്ഷെ നീ അതൊന്നും ചോദിക്കാതെ ഞാൻ പറഞ്ഞതും കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ അധ്വാനിക്കുന്നവനെ അതിൻ്റെ വിലയറിയുള്ളൂ. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എന്ന്. വളരെ അർത്ഥവത്തായ ഒരു കഥയാണ്. നമ്മൾ നമ്മുടെ മക്കളെ ഇന്ന് വളർത്തുന്ന രീതി ഇതിന് നേരെ വിഭിന്നമാണ്. നമ്മൾ മക്കളെ ഇപ്പോൾ വളർത്തുന്നത് ഒന്നും അറിയാതെ വളർത്തുകയാണ്, ഒന്നും അറിയിക്കാതെ വളർത്തുകയാണ്. ഒരു ഉത്തരവുണ്ടാവും നമുക്കേ ഒന്നിനും പറ്റിയില്ല, പക്ഷേ നമ്മുടെ മക്കൾ അങ്ങനെ ആയിപ്പോവരുത് എന്ന് പറഞ്ഞ് അവരെ നല്ല നിലയിൽ ജീവിക്കണം എന്നെല്ലാം പറഞ്ഞ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അവർക്കൊരിക്കലും ഈ കഷ്ടപ്പാടിൻ്റെ മൂല്യത അറിയുന്നേയില്ല. അവരെങ്ങനെ എടുത്ത് അത് ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് അതിൻ്റെ ഒരിക്കലും അറിയാൻ വഴിയില്ല. കാരണം അവർ കഷ്ടപ്പെടുന്നില്ലല്ലോ. അവർ കഷ്ടപ്പെട്ടാലല്ലേ അറിയുള്ളൂ. നമ്മളാണെങ്കിലോ, നമ്മൾ എല്ലാം ഈ ഒരു സ്നേഹത്തിൻ്റെ പുറത്തും എല്ലാം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും അങ്ങനെ വളർത്തരുത്. പഴയ കാലഘട്ടങ്ങളിൽ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെടുന്നത് മക്കൾക്ക് അറിയാം. ഓരോ രൂപയുടെയും വിലയറിയാം. അവിടെ പറയില്ലേ, ഓരോ വറ്റിൻ്റെയും അന്നത്തിൻ്റെയും വിലയറിയാം. ഇന്ന് മക്കൾക്കൊന്നും അറിയുന്നില്ല. അവരിഷ്ടപ്പെടുന്നത് എല്ലാം നമ്മൾ അങ്ങോട്ട് ലാവിഷായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നു. ഏറ്റവും വലിയ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മക്കൾ മനസ്സിലാക്കണം പണത്തിൻ്റെ മൂല്യം, നമ്മുടെ അധ്വാനത്തിൻ്റെ മൂല്യം, നമ്മുടെ കഷ്ടപ്പാടുകളുടെ മൂല്യം എല്ലാം മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാക്കി ജീവിച്ചാൽ അവർ നമുക്കും ഒരു ബഹുമാനം തരുള്ളൂ. അങ്ങനെ ആവട്ടെ, അങ്ങനെ ആയിരിക്കണം നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അവർക്കതിൻ്റെ മൂല്യത മനസ്സിലാക്കി കൊടുക്കണം.